ഭർത്താവിന്റെ മരണശേഷം രണ്ടു മക്കളെയും ചേർത്ത് നിർത്തി നീണ്ടുകിടക്കുന്ന ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാനുള്ള ശ്രമത്തിലാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണു. എന്നാൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടവരിൽ ഒരാളാണ് രേണു. മാത്രമല്ല, അടിക്കടി അഭിമുഖങ്ങൾ നൽകുന്നതിന്റെ പേരിലും രേണുവിനെ ഒരു വിഭാഗം ആളുകൾ വിമർശിക്കാറുണ്ട്. അടുത്തിടെ രേണു സുഹൃത്തിന്റെ സഹായത്തോടെ ബ്രൈഡൽ മേക്ക് ഓവർ നടത്തിയതും ഫോട്ടോഷൂട്ട് നടത്തിയതും വൈറലായിരുന്നു. സുഹൃത്തിന്റെ സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് രേണു ആ മേക്ക് ഓവറിന് ഇരുന്നു കൊടുത്തത്. എന്നാൽ നവവധുവായുള്ള രേണുവിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ രേണു വീണ്ടും വിവാഹിതയായി എന്നുള്ള തരത്തിൽ വരെ പ്രചാരണങ്ങളുണ്ടായി. മാത്രമല്ല, ടീഷർട്ട് ധരിച്ച വനിതാ ഫോട്ടോഗ്രാഫർക്കൊപ്പമുള്ള രേണുവിന്റെ ഫോട്ടോ വരനാണെന്ന തരത്തിലും ചിലർ പ്രചരിപ്പിച്ചു. ഭർത്താവ് മരിച്ച സ്ത്രീ വീണ്ടും ബ്രൈഡൽ മേക്ക് ഓവർ നടത്തിയതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു വന്ന കമന്റുകളോടും തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കൊപ്പമുണ്ടായ വിവാദങ്ങളോടും പ്രതികരിക്കുകയാണ് ഇപ്പോൾ രേണു. മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തനിക്കെതിരെ വന്ന മോശം കമന്റുകളോട് രേണു പ്രതികരിച്ചത്. മേക്കപ്പിന്റെ കാര്യം പറഞ്ഞ് ചിലർ ജിഷ ചേച്ചിയുടെ അമ്മയുമായി തന്നെ ഉപമിക്കാറുണ്ടെന്നും അതിൽ തനിക്ക് സന്തോഷമേയുള്ളൂവെന്നും രേണു പറയുന്നു. എന്റെ സുഹൃത്ത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്തത്. സുഹൃത്തുക്കളുടെ പിന്തുണയോടെയാണ് ചെയ്തത്. വൈറലാകുമെന്ന് ഓർത്തില്ല. പിന്നെ സുധിച്ചേട്ടനെ വിവാഹം ചെയ്തപ്പോൾ വധുവായി ഒരുങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അതൊരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം വധുവായി ഒരുങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ സുധിച്ചേട്ടൻ കാണാൻ ഇല്ലെന്നുള്ളത് ഒരു വിഷമമാണ്. ചേച്ചിയുടെ മനസ്സിന് സന്തോഷം നൽകുന്നത് ചെയ്തോളൂ എന്നാണ് എനിക്ക് വന്ന പോസിറ്റീവ് കമന്റുകൾ. കിച്ചുവിനെ കാണിച്ചപ്പോൾ സൂപ്പർ ആയിട്ടുണ്ടമ്മേ എന്നാണ് അവൻ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ 24 മലയാളം.